ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂ എന്ന് പറയുന്നത്. നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്രുതി വീട്ടിൽ അച്ഛൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശോകനാണെങ്കിൽ നമ്മുടെ ശ്യാമിനെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. എന്തായാലും ശ്രുതിയും അതുപോലെ തന്നെ അമ്മ എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ കണ്ണൊക്കെ നിറയുന്നു ചെയ്യുന്നത്, അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അതിനുശേഷം ശ്രുതി വീണ്ടും അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ആ സമയത്ത് അശ്വിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ ശ്രുതി കരുതി വയ്ക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേച്ചി കവറിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടേക്ക് യാത്രയാവുന്നുണ്ട്. ശ്രുതി നല്ല സുന്ദരിയായിട്ട് അശ്വിന് ഇഷ്ടപ്പെട്ട ചുവപ്പ് കളറുള്ള ഡ്രസ്സ് സാരിയൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. എന്തായാലും അതിന് ശേഷം അവിടെ ശ്യാമെങ്കിൽ ശ്രുതി വരില്ലെന്നുള്ള സന്തോഷത്തിൽ അവരെ കൂടെ ദീപാവലി അടിച്ചു പൊളിക്കാനുള്ള തീരുമാനമാണ്. പൂജയും കാര്യങ്ങളും പലഹാരങ്ങളും അതുപോലെ തന്നെ അലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ലാവണ്യാണെങ്കിലും സാരി ഉടുത്തിട്ട് നല്ല സുന്ദരിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ലാവണ്യയുടെ ഫ്രണ്ട്സിനൊക്കെ ക്ഷണിച്ചിട്ട് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ലാവണ്യനെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാവും. മോഡേൺ ഡ്രസ്സ് മാത്രം ധരിച്ചിട്ട് ആള് സാരിയൊക്കെ കൊടുത്ത് നിൽക്കണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നീ സാരി കൊടുക്കുമോ, നീ സാരി കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവരാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് പൂജാമുറിയിലേക്കൊക്കെ കയറി വരുന്നത് മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ ഒന്നും മിണ്ടണില്ല. നമ്മുടെ മനോരമയ്ക്ക് വലിയ ഇഷ്ടമാവുന്നുണ്ട്. അവരൊക്കെ നല്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടികളൊന്നും കണ്ടതോടുകൂടി തന്നെ അവരോടൊക്കെ നല്ലതായിട്ട് പെരുമാറുന്നുണ്ട്. നല്ല സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. ശ്യാമും അവരോടൊക്കെ നല്ല സന്തോഷത്തോടെ തന്നെയാണ് പെരുമാറുന്നതൊക്കെ. ഇതേ സമയം തന്നെ പെട്ടെന്ന് ആണെങ്കിൽ കോണിമ്പല്ലടിക്കുന്നുണ്ട്. കോണിമ്പല്ലടിച്ചപ്പോൾ ശ്രുതി ആയിരിക്കും എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ നമ്മുടെ ശ്യാം ആകെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ശ്രുതി തന്നെയാണ് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റുമായിട്ട് വരുന്നത്. ശ്യാം ഒരു കണക്കിന് അടുക്കളയിലേക്ക് മുങ്ങുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി എല്ലാവർക്കും മുത്തശ്ശിക്കും അഞ്ജലിക്കും അതുപോലെ തന്നെ ലാവണ്യക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കും. എല്ലാവരും നല്ല സന്തോഷത്തോടെ മേടിക്കും. മനോരമ മാത്രം മൈൻഡെങ്കിലും മനോരമ ദേഷ്യപ്പെട്ട് നിൽക്കും. എന്തായാലും ശ്രുതി അത് അവിടെ വെക്കുന്നുണ്ട്. പിന്നീട് ശ്രുതി പൂജാ കാര്യങ്ങളൊക്കെ എല്ലാം ഓടി നടന്ന എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും ശ്യാം ശ്രുതിയുടെ മുന്നിൽ പെടാണ്ട് അടുക്കളയിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഒരു വരാന്തയിൽ ഫുള്ളും റൗണ്ട് കണക്കിന് ചിരാത് കത്തിച്ച് വെക്കുന്നുണ്ട്. ശ്രുതി ശരിക്കും പറഞ്ഞാൽ സ്വയം മറന്ന് ചെയ്യാനാണ്, അറിയില്ലായിരുന്നു. ശ്രുതി റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചിരാത് വെച്ച് വലിയൊരു ഹാള് നിറച്ച് ചിരാത് വയ്ക്കും. പക്ഷെ ശ്രുതിനോട് ലാവണ്യ വന്ന് ചോദിക്കും, സൂപ്പറായിട്ടുണ്ടല്ലോ. ആ സമയത്ത് അശ്വിനും ഇത് കാണുന്നുണ്ട്. അശ്വിനും ശ്രുതി ചെയ്യുന്നത് കണ്ടല്ലോ ഒരുപാട് സന്തോഷത്തോടെ അശ്വിനും അത് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ സോറി ലാവണ്യ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, നീ എങ്ങനെ ഇതിന് പുറത്ത് കിടക്കും എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ശ്രുതിക്ക് ചതി മനസ്സിലാവുന്നു. ശ്രുതി എങ്ങനെ കിടക്കും എന്നറിയില്ല. സാരിന് തീയൊക്കെ കത്തി പടരുമല്ലോ എന്ന് വെച്ചാൽ ശ്രുതി ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗവും കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട്, ശ്രുതിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പൂജാമുറിയിലേക്ക് എണ്ണയെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ലാവണ്യ എണ്ണയൊക്കെ ആയിട്ട് പോകും. ഇതേ സമയം തന്നെ അശ്വിൻ ദേഷ്യപ്പെട്ട് നിൽക്കണ പോലെയാണ് കാണിക്കുന്നത്. എന്നിട്ടും ശ്രുതിയുടെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വീഴുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ശ്രുതിയുടെ ആ ഒരു പാൽസരം അശ്വിൻ്റെ ഷർട്ടുമ്മൽ കൊളന്ന് പിടിക്കുന്നതും അശ്വിന് അത് ശ്രുതിക്ക് കൈമാറുന്നതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അഞ്ജലി പറയുന്നുണ്ട് ശ്യാമിന് അടുക്കളയിൽ, അതായത് ശ്യാമിന് അലർജി ഉണ്ട്, പൈനാപ്പിളിൻ്റെ അലർജീന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്യാമിന് പൈനാപ്പിളിൻ്റെതായ ഒന്നും കൊടുക്കരുതെന്ന് ജോലിക്കാരനോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്യാം അടുക്കളയിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണം, ശ്രുതിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ശ്യാമും ആകെ ഒരു പിടുത്തമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം ഇല്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്തിന് അടുക്കളയിലുള്ള ആൾ പറയുന്നുണ്ട്, ഇത് ഈ പൈനാപ്പിൾ കൊണ്ടുള്ള ഭക്ഷണമാണ്, ഹലുവയ്ക്കാണ്, ഇത് മോൻ തിന്നണ്ട, മോൻ അലർജി അല്ലേ, മറ്റുള്ളത് കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. പൈനാപ്പിൾ കൊണ്ടുള്ളത് അലർജി അല്ല, അതുകൊണ്ട് തന്നെ മുഖം മറച്ച് പോകാൻ ആകെ അലർജി ആയാൽ രക്ഷപ്പെട്ട് കിടന്നുറങ്ങാലോ എന്നൊക്കെ വിചാരിച്ച് ശ്യാം ആ പൈനാപ്പിളിൻ്റെ ഹൽവ അങ്ങനെ വാരി തിന്നുന്നുണ്ട്. ആ സമയത്ത് ജോലിക്കാരൻ വന്ന് ചോദിക്കുന്നത്, ഇത് കഴിക്കല്ലേ എന്നല്ലേ പറഞ്ഞത്, ഇപ്പം അലർജി വരില്ലേ, ഇത് പൈനാപ്പിളിൻ്റെ നിങ്ങൾ പറയണ്ടേന്നൊക്കെ ചോദിച്ച് ശ്യാം പൊട്ടി തെറിക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാം ഇങ്ങനെ തുമ്മുന്നുണ്ട്. പിന്നീട് ടവലെടുത്ത് മുഖം പൊത്തി ഇങ്ങനെ നിർത്താണ്ട് തുമ്മുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. ആ സമയത്ത് ശ്രുതി അഞ്ജലിയും ഒക്കെ കൂടി വരുന്നുണ്ട്. അഞ്ജലിന് ശ്യാമിൻ്റെ മുഖം പിടിച്ച് വലിച്ച് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കേണ്ട രീതിയിൽ നോക്കുന്നുണ്ടെങ്കിലും അയാൾ അത് തുറന്നു പോലും മുഖം തുറക്കാൻ കൂട്ടാക്കില്ല. അലർജിന് പൈനാപ്പിളിൻ്റെ ഭക്ഷണം കഴിച്ചെന്ന് ഒരു കണക്കിന് പറയുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. അയാളുടെ സൈഡ് ഭാഗത്തേക്കൊക്കെ ശ്രുതി നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി കണ്ട ഭാവം നടിക്കുന്നില്ല.
എന്തായാലും അയാൾ അതിന് ശേഷം അകത്ത് പോയി ഞാൻ റൂമിൽ കയറി കിടക്കുന്നുണ്ട്. അഞ്ജലി ആണെങ്കിൽ വീണ്ടും അയാളെ ശ്രുതിനെയും കൊണ്ട് അയാളെ റൂമിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ അയാൾ കണ്ണ് തുറക്കില്ല, മൂടി പൊതിച്ച് കിടക്കുന്നു, അലർജിയാണ്, ചുമയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ശ്രുതി അഞ്ജലിയും കൂടെ പുറത്തേക്ക് പോകുമ്പോൾ ശ്യാം വാതിലടയ്ക്കുന്ന വെച്ച് കേൾക്കുമ്പോൾ ശ്യാം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.